സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പണമെല്ലാം ചിലവാകാനിടയാകും. ആഹാരത്തിന് വേണ്ടി കടം വാങ്ങുന്ന ആളുകൾ കാണില്ല. എന്നാൽ ഒരു രോഗം വന്നാൽ ഒരുപാട് കടമുണ്ടാകാനിടയാകും, കടബാധ്യതകൾ ഉണ്ടാകും. ഈ സ്ത്രീക്ക് ഒരുപാട് പണമുണ്ടായിരുന്നു, എന്നാൽ ചികിത്സയ്ക്ക് വേണ്ടി എല്ലാം ചിലവാക്കുവാനിടയായി. 27-ാമത്തെ വാക്യം നോക്കുക. ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അപ്പോഴാണ് അവൾ യേശുവിനെക്കുറിച്ച് കേൾക്കാനിടയായത്. എപ്പോഴാണ്? എല്ലാം നഷ്ടമായതിനു ശേഷം. ആദ്യമേ കേട്ടിരുന്നുവെങ്കിൽ നന്നായിരുന്നു അല്ലേ? എന്നാൽ എപ്പോഴാണ് യേശുവിനെക്കുറിച്ച് അവൾ കേട്ടത്? എല്ലാം പോയതിനു ശേഷമാണ് പറഞ്ഞത്. ആദ്യമേ പറഞ്ഞെങ്കിൽ നന്നായിരുന്നു അല്ലേ? ശരിയല്ലേ? യേശുവിന്റെ സ്നേഹത്തെ രുചിച്ചറിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് ഹല്ലേലൂയ പറയാമോ? യേശുവിനെ രക്ഷിച്ചു എന്ന് പറയുന്നവർ ഹല്ലേലൂയ പറയൂ. യേശുവിനെ കുറിച്ച് എൻ്റെ ചുറ്റുപാടുമുള്ളവരോട് ഞാൻ പറയുന്നുണ്ട് എന്ന് പറയുന്നവർ ആലോചിച്ച് ഹല്ലേലൂയ പറയുക. ആരോടാണ് പറഞ്ഞത്? അവർ ശരിയാകില്ല കേട്ടോ, അവർ വിശ്വസിക്കില്ല, അവർ നല്ലവരല്ല കേട്ടോ. അയ്യോ, അവരോട് പറഞ്ഞാൽ ശരിയാവില്ല കേട്ടോ, അവരോട് പറഞ്ഞാൽ പിന്നെ ഞങ്ങളെ കളിയാക്കും എന്നാണോ? എന്താണ്? കേൾക്കുന്നുണ്ടോ? അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും നിങ്ങൾ പറയണം. അതാണ്. നല്ലവരോട് പറയണമോ മോശം ആൾക്കാരോട് പറയണമോ? യേശു ആരെ ഉദ്ദേശിച്ചാണ് വന്നത്? നല്ല വ്യക്തികളെ ഉദ്ദേശിച്ചാണോ? ആണോ? ആർക്കു വേണ്ടിയാണ് വന്നത്? രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം, ആരോഗ്യമുള്ളവർക്ക് അല്ല. ഞാൻ പാപികളെ തിരഞ്ഞാണ് വന്നത്, ഞാൻ നീതിമാന്മാർക്ക് വേണ്ടിയല്ല വന്നത്. അതെ, ഇന്ന് യേശുവിനെ ആവശ്യമാണ്. രോഗികളോട് യേശു കർത്താവിനെ കുറിച്ച് നിങ്ങൾ പറയണം. ഇന്ന് യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നു. എന്നാൽ വിചിത്രം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് യേശുവിനെ അറിയാത്ത വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരുടെ രോഗത്തിന് സൗഖ്യം നേടിയ ശേഷം അവരെ യേശുവിലേക്ക് തിരിക്കുന്നതിന് പകരമായിട്ട് ഇന്നുള്ള ദൈവദാസന്മാര് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വാസിയുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിശ്വാസികളുടെ കാണിക്ക വാങ്ങിയിട്ട് ജീവിക്കുന്നു. യേശുവിനെ അറിയാത്തവർക്ക് സൗഖ്യം, യേശുവിനെ അറിഞ്ഞവർക്ക് എന്താണ്? അനുഗ്രഹം. നിങ്ങൾ അറിഞ്ഞവരാണോ അറിയാത്തവരാണോ? എന്താണ് ഉറക്കെ പറയുക? അറിഞ്ഞവരാണോ അറിയാത്തവരാണോ? അറിഞ്ഞവരാണോ അറിയാത്തവരാണോ? അയ്യോ, നിങ്ങൾ അറിഞ്ഞവരല്ല എങ്കിൽ നിങ്ങൾ അറിയേണ്ടതാണ് അവനെ. പിശാച് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ചിട്ട് പോകാനിടയായി. സഭയിൽ അതുകൊണ്ട് ഗോതമ്പുമുണ്ട്, സഭയിൽ കളയുമുണ്ട്. രണ്ടു കൂട്ടരും ഹല്ലേലൂയ പറയും. ഗോതമ്പും ഹല്ലേലൂയ പറയും, അതുപോലെ തന്നെ കളകളും ഹല്ലേലൂയ എന്ന് പറയും. പുറമേ നോക്കുമ്പോൾ രണ്ടും ഒരുപോലെ തന്നെ ഇരിക്കും, എന്നാൽ കളയിൽ സത്തൊന്നും കാണില്ല. നെല്ലിന്റെ കൂടെ നിൽക്കുമ്പോൾ പതിര് നമുക്കറിയാമല്ലോ, പതിരിൽ ഒന്നും കാണുകയില്ല. കർത്താവ് പറഞ്ഞു, ഇപ്പോൾ കളകൾ നെല്ലിനോടൊപ്പം തന്നെ വളരട്ടെ. എന്നാൽ ന്യായവിധി ദിവസം ഞാൻ നെല്ല് കൊയ്തു മാറ്റിയിട്ട് കളകളെ തീയിലിട്ട് ചുട്ടുകളയുമെന്ന് പറഞ്ഞു. എന്റെ പണിയല്ലാതെ. ഇന്ന് ചെമ്മരിയാടുകളും കോലാടുകളുമെല്ലാം ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ദൈവം ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുവാനിടയാകും. ആടുകളെ ഒരു വശത്തേക്ക് മാറ്റി നിർത്തും. എന്റെ നാമത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായ ജനമേ, നിങ്ങൾ അകത്തേക്ക് പോകൂ എന്ന് പറയും. എന്നിട്ട് ഇടതുവശത്തുള്ളവരെ നോക്കിയിട്ട്, ശപിക്കപ്പെട്ടവരെ, പിശാചിനു വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന അഗ്നികുണ്ഡത്തിലേക്ക് നിങ്ങൾ കടന്നു പോകുക എന്ന് പറയും. യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയാത്ത എത്രയോ ആളുകളുണ്ട്. യേശുക്രിസ്തുവിന്റെ അത്ഭുത വിഷയങ്ങളെക്കുറിച്ച് അറിയാത്ത എത്രയോ ആളുകളുണ്ട്. അവന്റെ രക്ഷയെക്കുറിച്ച് അറിയാത്തവർ, സൗഖ്യത്തെക്കുറിച്ച് അറിയാത്തവർ. എന്നാൽ ആരാണ് ഈ സഹോദരിയോട് പറഞ്ഞതെന്നറിയില്ല. സ്ത്രീയെ, നീ എന്തിനാണിങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണിങ്ങനെ നിന്റെ പണമെല്ലാം ചിലവാക്കുന്നത്? നിന്നെ വിടുവിക്കുവാൻ കഴിയുന്ന ഒരു കർത്താവുണ്ട്, അവന്റെ അടുക്കിലേക്ക് നീ പോവുക. അവൻ നിന്നെ സൗഖ്യമാക്കും. കണ്ണില്ലാത്തവർക്ക് കണ്ണുകൊടുത്ത ദൈവമാണ്. അവൻ മുടന്തന്മാരെ നടത്തുന്നവനാണ്. അവൻ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവാണ്. അവന്റെ അടുക്കിലേക്ക് നീ പോവുക. ആ യേശു കർത്താവ്, അവൻ രക്ഷകനാണ്, അവൻ വിടുവിക്കുന്നവനാണ്. വരൂ സഹോദരി എന്ന് അവളോട് ആരോ പറഞ്ഞു. അവൾ യേശുവിനെ കുറിച്ച് കേട്ടിട്ട്, അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ട് ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്
ആ കാലത്തെ സമ്പ്രദായം എന്താണെന്ന് വെച്ചാൽ രക്തസ്രാവമുള്ളതായ ഒരു സ്ത്രീക്ക് വെളിയിലേക്ക് വരുവാന്, പൊതുജനത്തിന്റെ മധ്യത്തിൽ വരുവാൻ പാടില്ല. അവളെ ആർക്കും തൊടുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ അവള് വളരെ കഷ്ടപ്പെട്ട് ജനക്കൂട്ടത്തിന്റെ നടുവിൽ കൂടി ഇഴഞ്ഞിഴഞ്ഞ് ആരും കാണാതെ മുൻപോട്ട് വരാനിടയായി. അങ്ങനെ യേശുക്രിസ്തു നിന്നിടത്തേക്ക് വന്നിട്ട് അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ അവൾ തൊട്ടു. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഉടൻ തന്നെ അവളുടെ രക്തസ്രവം നിന്നുപോയി. അങ്ങനെ അവളുടെ ശരീരത്തിലുണ്ടായിരുന്നതായ ബാധ ഒഴിഞ്ഞതായിട്ട് അവൾ മനസ്സിലാക്കി. എത്ര അത്ഭുതമാണ്! 12 വർഷങ്ങളായിട്ട് ഡോക്ടർമാർക്കും മരുന്നിനും കൊടുക്കുവാൻ കഴിയാത്ത സൗഖ്യം ഒരൊറ്റ ക്ഷണം കൊണ്ട്, ഒരൊറ്റ സ്പർശനം കൊണ്ട് സൗഖ്യം ലഭിച്ചു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത ദൈവമാണ്. നീ വിശ്വാസത്തോടുകൂടി അവനെ തൊടുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് നിനക്ക് വിടുതൽ ലഭിക്കും, സൗഖ്യം ലഭിക്കും. ഒരു സ്ത്രീ 18 വർഷമായിട്ട് കൂനിയായിരിക്കുന്നതായ അവസ്ഥയിൽ ആയിരുന്നു. 18 വർഷമായിട്ട് അവരുടെ നടു വളഞ്ഞിരിക്കുകയാണ്. പിശാച് അവളെ അങ്ങനെ ആക്കിയിരിക്കുന്നു. യേശുക്രിസ്തു അവിടെ ചെന്ന് ആ സ്ത്രീയെ കാണുവാനിടയായി. അത്രയും ജനത്തിന്റെ നടുവിൽ അവരെ കണ്ടിട്ട് മുൻപോട്ട് വരുവാൻ വേണ്ടി പറഞ്ഞു. അവർ അവിടെ നിന്ന് കൂനി എഴുന്നേറ്റ് പതിയെ മുൻപോട്ട് നടന്നു വന്നു. അപ്പോൾ കർത്താവ് അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ തന്നെ അവർ നിവർന്നു നിന്ന് കർത്താവിനെ സ്തുതിച്ചു. 18 വർഷമായിട്ട് വിടുതലില്ലാതിരുന്ന ആ സഹോദരിക്ക് ദൈവം വിടുതൽ കൊടുത്തു. അതുപോലെ ബെഥെസ്ദ കുളത്തിനരികിൽ ഒരു വ്യക്തി 38 9 എത്ര വർഷമാണ് പറയുക? 38. വളരെ ശരിയാണ്. 38 വർഷമായിട്ട് അവൻ അവിടെ തന്നെ കിടക്കുന്നു. എല്ലാവരും വന്ന് സൗഖ്യം പ്രാപിച്ചു പോകുന്നു. എന്നാൽ ഇയാൾ 38 വർഷമായിട്ട് അവിടെ തന്നെ കിടക്കുന്നു. കിടന്ന് ബെഡ്സോർ ഉണ്ടായി കാണും. അവിടെ തന്നെ കിടക്കുകയാണ്. കർത്താവ് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എന്നെ ആരും വെള്ളത്തിലേക്ക് ഇറക്കുവാൻ ഇല്ല, എന്നെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ ഞാൻ വന്നെന്ന് പറഞ്ഞു. നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അപ്പോൾ 38 വർഷമായിട്ട് കിടന്ന ആ മനുഷ്യൻ കിടക്കയെടുത്തുകൊണ്ട് എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടുപോയി. നോക്കുക, എത്ര വർഷമായിട്ട് നിന്നെ പാപം ബന്ധിച്ചിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നീ രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തിയാകാം. ഒരുപാട് വർഷമായിട്ട് മദ്യപാനത്തിന്റെ അടിമയായിട്ട് ജീവിക്കുന്നുണ്ടാവാം. പരസ്ത്രീ മോഹത്തിൽപ്പെട്ട് വർഷങ്ങളായിട്ട് നീ ജീവിക്കുന്നുണ്ടാവാം. ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് നിനക്ക് വിടുതലില്ലാത്തതായ അവസ്ഥയിൽ ആയിരിക്കാം. ഏതോ ഒരു ഭാരത്താൽ, ഏതോ ഒരു ദുഃഖത്താൽ, നിരാശയോടെ, ആകുലതയോടെ നീ കഴിയുന്നുണ്ടാവാം. എന്നാൽ ഇന്ന് നിനക്കൊരു വിടുതൽ നൽകുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, നീ അവന്റെ പാദപീഠത്തിലേക്ക് വരികയാണെങ്കിൽ, അവന് നിനക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെങ്കിൽ, അവനെ നീ തൊടുകയാണെങ്കിൽ, ആ സ്ത്രീക്ക് അപ്പോൾ തന്നെ സൗഖ്യം ലഭിച്ചു. ആ സമയത്ത് യേശുക്രിസ്തു വളരെ അത്യാവശ്യമായിട്ട്, അതായത് യായിറോസിന്റെ മകൾ രോഗം ബാധിച്ചു കിടക്കുന്നു, അവളുടെ അടുക്കൽ ചെന്ന് പ്രാർത്ഥിക്കാനായിട്ട് യേശുവിനെ ക്ഷണിച്ചു. അങ്ങോട്ട് പോകുന്ന വഴിയാണ്. ആ സമയത്താണ് ഈ സഹോദരി കടന്നു വന്ന് യേശുവിന്റെ വസ്ത്രത്തിൽ തൊട്ട് സൗഖ്യം പ്രാപിക്കുവാൻ ഇടയായത്. തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് കർത്താവ് മനസ്സിലാക്കിയിട്ട് ആരോ എന്നെ തൊട്ടു എന്ന് പറയുവാൻ ഇടയായി. അത് കേട്ട് അടുത്തു നിന്നതായ പത്രോസ് പറഞ്ഞു, കർത്താവെ, നോക്ക്, ജനക്കൂട്ടം നിന്നെ തിക്കിത്തിരക്കുകയാണ്. ഇപ്പോൾ നീ പറയുകയാണ് ആരോ നിന്നെ മുട്ടിയെന്ന്. ഇവിടെ ജനം നിന്നെ തിക്കിത്തിരക്കുന്നത് കാണുന്നില്ലേ? യേശു പറഞ്ഞു, അല്ല, ആരോ വിശ്വാസത്താൽ എന്നെ തൊട്ടു. മീറ്റിംഗിൽ വന്ന് പങ്കുകൊള്ളുന്നതും യേശുവിനെ സ്പർശിക്കുന്നതും രണ്ടും രണ്ടാണ്. എല്ലാവരും മീറ്റിംഗ് വരും, എന്നാൽ സൗഖ്യം പ്രാപിക്കില്ല. എല്ലാവരും മീറ്റിംഗിന് വരും, എല്ലാവരും യേശുവിന്റെ രക്തത്താൽ ജയമെന്ന് പാടും, എന്നാൽ എല്ലാവർക്കും വിടുതൽ ലഭിക്കില്ല. ആരാണോ വിശ്വസിക്കുന്നത്, ആരാണോ യേശുവിനെ തൊടുന്നത്, അവർക്കാണ് വിടുതൽ ലഭിക്കുന്നത്. ആരാണോ തന്റെ കാര്യങ്ങളെ ദൈവത്തിലേക്ക് സമർപ്പിക്കുന്നത്, അവർക്കാണ് സൗഖ്യം. കർത്താവ് തിരിച്ചറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സമയത്ത് ആ സ്ത്രീ പുറത്തേക്ക് കടന്നു വന്നിട്ട് തനിക്ക് സംഭവിച്ച തന്റെ സ്ഥിതിയെല്ലാം തന്നെ യേശുവിനോട് പറഞ്ഞു. ഒന്നുകൂടെ നമുക്ക് വായിക്കാം നമ്മുടെ പ്രസംഗ വാക്യം. സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ടും വിറച്ചും കൊണ്ടുവന്നു അവന്റെ മുൻപിൽ വീണു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്ക എന്ന് പറഞ്ഞു. അവൾ തൊട്ട ഉടൻ തന്നെ സൗഖ്യം പ്രാപിച്ചല്ലോ.
പിന്നെന്തുകൊണ്ടാണ് ബാധയൊഴിഞ്ഞു പോയി സ്വസ്ഥയായിരിക്കുക എന്ന് പറഞ്ഞത്? ഇന്നുള്ള ദേവദാസന്മാർ തൊട്ട് സൗഖ്യപ്പെടുത്തി പിന്നെ അവർ കടന്നു പോവുകയാണ്. എന്നാൽ ഇവിടെ യേശുക്രിസ്തു ഒരു പടി കൂടി മുൻപോട്ട് പോവുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആര് എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും അവർ പ്രാർത്ഥിക്കുന്നതായ വിഷയത്തിന് വിടുതൽ ലഭിക്കുവാനിടയാകും. അതിൽ യാതൊരു സംശയവുമില്ല, ഒരു ഡൗട്ടുമില്ല. എന്നാൽ നിങ്ങൾക്ക് ലഭിച്ചതായ ആ സൗഖ്യം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രാപിച്ചെടുത്തതായ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ കർത്താവുമായിട്ട് നിനക്ക് ബന്ധമുണ്ടായിരിക്കണം. കർത്താവിനോട് നിനക്ക് സംസാരിക്കാനിടയാകണം. എന്താണ് ഇവിടെ പറഞ്ഞത്? എന്താണ് പറഞ്ഞത്? മകളേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. പാസ്റ്റർ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെയാണ് സൗഖ്യം പ്രാപിക്കുന്നത്, അല്ലാതെ ജയപോളിന്റെ നാമത്തിലല്ല. ഏത് പാസ്റ്ററാണെങ്കിലും യേശുവിന്റെ നാമത്തിലാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ യേശുവിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്ക് സൗഖ്യം ലഭിക്കും. പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ടാണ് മാറാത്തത്? പാസ്റ്റർ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടും രോഗം മാറുന്നില്ല. കാരണം എന്താണ്? നിനക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. നീ വിശ്വസിക്കണം. നീ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്ക് സൗഖ്യം ലഭിക്കും, നിനക്ക് സമാധാനമുണ്ടാകും. നീ സമാധാനത്തോടെ പോക, നിന്റെ ബാധയൊഴിഞ്ഞ് നീ സ്വസ്ഥയായി ഇരിക്കുക എന്ന് പറഞ്ഞു. രണ്ടാം തവണ സ്വസ്ഥയായിരിക്കുവാൻ പറഞ്ഞില്ലേ? അതാണ് യഥാർത്ഥമായ സൗഖ്യം. നിങ്ങളുടെ ജീവിതത്തിലെ സകല പാപങ്ങളും കർത്താവിന്റെ മുൻപിൽ നിങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാവുകയാണെങ്കിൽ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവുകയാണെങ്കിൽ, ഒരത്ഭുതകരമായ വിടുതൽ അവൻ നിനക്ക് നൽകും. നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ കർത്താവ്, ഇനി ഒരിക്കലും നീ ആ പാപത്തിന്റെ വഴിയിലേക്ക് പോകാതെ അവൻ ജയം നൽകും. യേശുവിലുള്ള മഹത്വം എന്താണെന്ന് വെച്ചാൽ, ഇന്നു വരെയുള്ളതായ പാപത്തെ എല്ലാം അവൻ ക്ഷമിക്കും. ഇനി ഒരിക്കലും പാപം ചെയ്യാതിരിക്കുവാനുള്ള കൃപയും നൽകും. നിങ്ങൾക്ക് മനസ്സിലായോ? പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല കർത്താവ് ചെയ്യുന്നത്, വീണ്ടും വീണ്ടും പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത്, അവൻ പാപം ക്ഷമിക്കുകയും വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള ശക്തി നിങ്ങൾക്ക് നൽകുകയും ചെയ്യുന്നു. എൻ്റെ യൗവനകാലം മുഴുവൻ യേശുവിനെ ഞാൻ അനുഗമിച്ചു. ഈ ലോകത്തോടും പാപത്തോടും എനിക്ക് ആശയുണ്ടായില്ല. എൻ്റെ യേശുവിൽ നിന്ന് എനിക്ക് ലഭിക്കുന്ന സമാധാനവും മാധുര്യവും ആ സംതൃപ്തിയും ലോകത്തിൽ നിന്ന് എനിക്ക് കിട്ടുമായിരുന്നുവെങ്കിൽ ഞാൻ എപ്പോഴേ യേശുവിനെ വിട്ടിട്ട് ഈ ലോകത്തിൻ്റെ പുറകെ പോകുമായിരുന്നു. എന്നാൽ യേശു നൽകുന്ന തൃപ്തി അനുഭവിച്ചവർ, ജയജീവിതം അനുഭവിച്ചവർ, ആ വിടുതൽ അനുഭവിച്ചവർ ഇനി ഒരിക്കലും അവർ പാപം ചെയ്യുകയില്ല. യേശുക്രിസ്തു പാപിനിയായ സ്ത്രീയോട് ഇതാണ് പറഞ്ഞത്, മകളെ, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, എന്നാൽ നീ ഇനിയും പാപം ചെയ്യുവാൻ പാടില്ല. 38 വർഷമായിട്ട് ബെഥെസ്ദ കുളക്കടവിൽ കിടന്നതായ വ്യക്തി സൗഖ്യം പ്രാപിച്ച് പിന്നെ ആലയത്തിൽ വെച്ച് കാണാനിടയായി. അവനോട് പറഞ്ഞു, ഇനിയും നിനക്ക് ദോഷം വരാതിരിക്കാൻ നീ പാപം ചെയ്യുവാൻ പാടില്ല എന്ന്. ഈ ദിവസം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്ന അനുഭവം, എല്ലാ ആഴ്ചകളിലും പ്രാർത്ഥിക്കുന്ന അനുഭവം, അതുപോലെ തന്നെ എല്ലാ വർഷവും പ്രാർത്ഥിപ്പിക്കുന്ന അനുഭവം, അതുപോലെ തന്നെ നീ പാപം ചെയ്യുകയും ഏറ്റുപറയുകയും ചെയ്യുകയും ഏറ്റുപറയുകയും ചെയ്യുന്നതായ അനുഭവത്തിലാണോ ഉള്ളത്? അതോ യേശുക്രിസ്തുവിന്റെ പാപത്തെ ക്ഷമിച്ചു, വീണ്ടും ആ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ തന്നു, എന്റെ രോഗത്തിന് അവൻ സൗഖ്യം നൽകി, എനിക്കിപ്പോൾ നല്ല ആരോഗ്യമുണ്ട് എന്ന് പറയുവാൻ കഴിയുന്ന പരിപൂർണമായ ആ രക്ഷയുടെ അനുഭവം നിനക്ക് പ്രാപിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഈ ദിവസം പരിപൂർണമായ സൗഖ്യം പ്രാപിച്ചുകൊണ്ട്, പരിപൂർണമായ രക്ഷയുടെ അനുഭവം പ്രാപിച്ചുകൊണ്ട്, വിജയം നേടിക്കൊണ്ട് എനിക്ക് ഭവനത്തിലേക്ക് പോകണം എന്ന് ആഗ്രഹിക്കുന്നതായ പൂർണ്ണ മനസ്സോടെ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എന്തുകൊണ്ടാണ് ഹല്ലേലൂയ പറഞ്ഞത്? ഈ ദിവസം സമാധാനത്തോടെ, പരിപൂർണ സൗഖ്യത്തോടെ, പരിപൂർണ വിടുതലോടുകൂടി, സമാധാനത്തോടുകൂടി എനിക്ക് വീട്ടിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്നവർ മാത്രം ഹല്ലേലൂയ പറയുക. സത്യമാണോ? ആ സ്ത്രീ യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഭവനത്തിലിരുന്നാൽ അവൾക്ക് സൗഖ്യം കിട്ടുമായിരുന്നോ? ഇത്രയും ജനത്തിന്റെ നടുവിലേക്ക് എനിക്ക് എങ്ങനെ പോകുവാൻ കഴിയും, എല്ലാവരും എന്നെ ഓടിച്ചു വിടുകയില്ലേ എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ സൗഖ്യം അവൾക്ക് കിട്ടുമായിരുന്നോ? യേശുക്രിസ്തു എന്നെ കണ്ടിട്ട് നിന്ദിക്കാനിടയാകും എന്ന് ചിന്തിച്ചിരുന്നുവെങ്കിൽ അവൾക്ക് സൗഖ്യം പ്രാപിക്കുവാൻ കഴിയുമായിരുന്നോ? ഈ ദിവസം യേശുക്രിസ്തുവിനെ തൊടുവാൻ നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ
നീ അവൻ്റെ അടുക്കിലേക്ക് വരികയാണെങ്കിൽ അവൻ നിനക്ക് സൗഖ്യം നൽകുവാനിടയാകും. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ പിശാച് കൊണ്ടുവന്നിരിക്കുന്ന ആ ബന്ധനം എന്താണോ ഉള്ളത്, അവൻ നിന്നെ കെട്ടിയിരിക്കുന്നതായ ആ വലിയ ബന്ധനം, പിശാച് വർഷങ്ങളായിട്ട് നിന്നെ ബന്ധിച്ചിരിക്കുന്നതായ ആ ബന്ധനത്തിൽ കർത്താവ് തൊടുകയാണെങ്കിൽ അതിൽ പൂർണ്ണമായ വിടുതൽ നിനക്ക് പ്രാപിക്കുവാനായിട്ട് ഇന്ന് കഴിയും. തീരാവ്യാധിയിൽ നിന്ന് സൗഖ്യം നേടാൻ കഴിയും. ദയവുചെയ്ത് തലകളെ വണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഞങ്ങളുടെ മധ്യേ നിന്റെ ആത്മാവിനെ പകർന്നതിനായിട്ട് നന്ദി കരയറ്റുകയാണ്. എല്ലാവരെയും തൊടേണ്ടതിനു വേണ്ടി, എല്ലാവരെയും വിടുവിക്കേണ്ടതിനു വേണ്ടി, സകല പാപത്തെയും അഴിച്ചു മാറ്റുവാൻ, സൗഖ്യപ്പെടുത്തി രക്ഷിച്ചുകൊണ്ട് സമാധാനത്താൽ നിറച്ച് നിന്റെ സാക്ഷികളായി ഞങ്ങളെ ജീവിപ്പിക്കേണ്ടതിനു വേണ്ടി ഞങ്ങളോട് നീ സ്നേഹം കാണിക്കുന്ന വിധങ്ങളോർത്ത് നന്ദി കരയറ്റുകയാണ്. ഏത് വ്യക്തിയാണോ തന്റെ കരമുയർത്തിക്കൊണ്ട് യേശുവേ എന്നെ തൊടണമേ, എന്റെ പ്രശ്നം ഇതാണ്, എന്റെ അവസ്ഥ ഇതാണ്, എനിക്കിന്ന രോഗമാണ്, എന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതാണ്, എന്റെ സാമ്പത്തിക സ്ഥിതി ഇതാണ്, എന്നെ വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്, നിന്റെ ആണിപ്പടുത്തുള്ള കരങ്ങൾ കൊണ്ട് അവരെ സ്പർശിക്കണമേ, അവരെ സ്പർശിക്കണമേ. ഞാൻ തന്നെ പൂർണ്ണ മനസ്സോടുകൂടി നിന്റെ പാപത്തെ തുടച്ചു മാറ്റുന്നു. ഇനി ഒരിക്കലും ഞാൻ ആ പാപങ്ങൾ ഓർത്തുവയ്ക്കുകയില്ല എന്ന വാഗ്ദത്തത്തോടുകൂടി ഞങ്ങളെ അയക്കണമേ. പഴയതെല്ലാം മായ്ക്കപ്പെട്ട് പുതിയ ജീവിതം പ്രാപിച്ച് സമാധാനം പ്രാപിച്ചുകൊണ്ട് കടന്നു പോകുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും എല്ലാം നീ സഹായിക്കണമേ. ഞങ്ങളെ സ്പർശിച്ച് ഞങ്ങൾക്ക് വിടുതൽ നൽകി, ഞങ്ങൾക്ക് സൗഖ്യം നൽകി. അതിനുശേഷം നിന്റെ ബാധ ഒഴിഞ്ഞു പോയിരിക്കുന്നു, നിന്റെ രോഗത്തിന് സൗഖ്യം വന്നിരിക്കുന്നു, സമാധാനത്തോട് പോക എന്ന് പറഞ്ഞ ആ വാക്കുകൾ എല്ലാവരോടും നീ പറഞ്ഞതായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്നു കർത്താവേ. വിശ്വസിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന വചനം ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിശ്വാസം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ. നീ നൽകുന്ന വിടുതലും സൗഖ്യവും പ്രാപിക്കുവാനായിട്ട് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.